മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ബുധൻ്റെ രാശിമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഒരു വീഡിയോയിൽ 12 രാശിക്കാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ വീഡിയോ വളരെ നീണ്ടുപോകുന്നതായിരിക്കും. അത് നിങ്ങൾക്കും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അതിനാൽ 4 പാർട്ടായിട്ടാണ് ബുധൻ്റെ രാശിമാറ്റ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. 1-ാം പാർട്ടിൽ മേടം, ഇടവം, മിഥുനം രാശികൾ, 2-ാം പാർട്ടിൽ കർക്കടകം, ചിങ്ങം, കന്നി രാശികൾ, 3-ാമത്തെ പാർട്ടിൽ തുലാം, വൃശ്ചികം, ധനു രാശികൾ, 4-ാമത്തെ പാർട്ടിൽ മകരം, കുംഭം, മീനം രാശികളെക്കുറിച്ചായിരിക്കും വിവരിക്കുന്നത്. ധനം, വൈഭവം, സുഖം, സമൃദ്ധി, വാണി, ബുദ്ധി, സ്കിൽ, ബ്രെയിൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ. ജ്യോതിഷത്തിൽ ബുധനെ ചന്ദ്രൻ്റെ പുത്രനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ ഒരു രാജകുമാരൻ്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതും. മിഥുനം, കന്നി എന്നീ രാശികളുടെ അധിപനാണ് ബുധൻ. കന്നി രാശി ഉച്ചസ്ഥാനത്തോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. ബുധൻ സാധാരണ 15 ദിവസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ജൂൺ 22-ാം തീയതി കർക്കടകത്തിൽ പ്രവേശിച്ച ബുധൻ ഓഗസ്റ്റ് 30-ാം തീയതി വരെ, അതായത് ഏകദേശം 70 ദിവസത്തോളവും കർക്കടകത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഓഗസ്റ്റ് 30-ാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ബുധൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി തുലാം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. തുലാം രാശിക്കാരുടെ 9ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. രാശി മാറിയിരിക്കുന്നത് 10-ാം ഭാവത്തിലേക്കാണ്. ഭാഗ്യസ്ഥാനാധിപൻ കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭകരമാണ്. ഈ സമയത്ത് വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധന ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ചിലവുകളും അതുപോലെ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുകയുള്ളൂ. ദാമ്പത്യ ജീവിതം ഈ സമയത്ത് സുഖകരമായിരിക്കും, പ്രത്യേകിച്ചും ജൂലൈ 28-ാം തീയതിക്ക് ശേഷം. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിരോധികൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ നല്ല ജാഗ്രത പുലർത്തണം. കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊമോഷൻ ലഭിക്കുവാനോ ഉയർന്ന പദവിയുള്ള പുതിയ ജോലി ലഭിക്കുവാനോ ഒക്കെ യോഗം ഉണ്ടാകുന്നതായിരിക്കും, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനപ്രീതിയിൽ വർധനവുണ്ടാകുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുവാനും സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ബുധൻ്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും. എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ഇനി ബുധൻ്റെ ഈ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം. നിങ്ങളുടെ 8ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. രാശി മാറിയിരിക്കുന്നത് 9-ാം ഭാവത്തിലേക്കാണ്. ലാഭസ്ഥാനാധിപൻ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ലാഭസ്ഥിതികളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ചും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ആത്മാർത്ഥതയോടെ കൂടുതൽ അധ്വാനം ചെയ്യുകയാണെങ്കിൽ അല്പം താമസിച്ചിട്ടായാലും
അതനുസരിച്ചുള്ള ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. 8-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നത് കാര്യങ്ങളിൽ ചില സമയത്ത് തടസ്സങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമായിരിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം. യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ചില്ലറ തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ രാശിമാറ്റം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഓഫീസിലും ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും, പക്ഷേ അതിനുവേണ്ടി ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല. ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ബുധൻ്റെ ഈ രാശിമാറ്റം വളരെ അനുകൂലമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ബുധൻ്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. രാശി മാറിയിരിക്കുന്നത് 8-ാം ഭാവത്തിലേക്കാണ്. 8-ൽ നിൽക്കുന്ന ബുധൻ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനിടയാക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായി വരുമാനം നല്ലതായിരിക്കും. സേവിങ്ങും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണെങ്കിലും മനസ്സിനൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് മറിച്ചായിരിക്കും അനുഭവപ്പെടുന്നത്. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അപരിചിതരുമായി കൂടുതൽ അടുപ്പം കാണിക്കുവാൻ പാടില്ല. ബുധൻ 8-ൽ നിൽക്കുന്ന ഈ 70 ദിവസം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. 7-ൽ നിൽക്കുന്ന നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ പതിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ കുറച്ചൊക്കെ സഹായിക്കുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം. കരിയറിലുള്ളവർക്ക് അപ്രതീക്ഷിതമായി ട്രാൻസ്ഫറും മറ്റും ലഭിക്കുവാൻ ഇടയുണ്ട്. ഈ സമയത്ത് ആരോഗ്യത്തിലും ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇതാണ് ബുധൻ്റെ രാശിമാറ്റം തുലാം, വൃശ്ചികം, ധനു രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. മകരം, കുംഭം, മീനം രാശിക്കാരെക്കുറിച്ച് 4-ാമത്തെ പാർട്ടിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.